യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ജാഗരണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്ത പ്രകൃതി പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ നൽകുന്നു എന്നതാണ്. അതിനായി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 104 10-11 വാക്യങ്ങൾ. അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കും. ഈ വായിച്ച വാക്യത്തെ ആസ്പദമാക്കി നാം ഇന്ന് ഈ പ്രഭാതം ചിന്തിക്കുമ്പോൾ ലോകത്തിലെ സർവ്വജീവജാലങ്ങളും പ്രകൃതിയും മറ്റ് സസ്യലതാദികളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. എല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒന്നിനു വേണ്ടിയാണ് ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം അതൊക്കെയും അതിൻ്റെ ദാതാവ് ദൈവമാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും ആഹാരം നൽകുന്നത് ദൈവമാണെന്ന് കാണുന്നത് സാധിക്കും. ഒപ്പം തന്നെ മനുഷ്യനും വേണ്ടതായ എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യൻ ലഭിക്കുന്നത്. അതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് കാണുന്നത് സാധിക്കും. സങ്കീർത്തനങ്ങൾ 145 15-16 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രകാരം എല്ലാ ജീവജാലങ്ങളും ഭക്ഷിക്കുന്നതും ശരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവമാണ് എല്ലാവയ്ക്കും നൽകുന്നത് കാണുവാൻ സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം ആദാമിന് അല്ലെങ്കിൽ ആദാം പാപം ചെയ്ത് തൊട്ട് മുന്നേ ഉള്ള എത്ര സമ്പൽ സമൃദ്ധമായ ഒരു ഭൂമിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആദാമിൻ്റെ പാപത്തിന് ഫലമായി ഈ ഭൂമി ശപിക്കപ്പെട്ടു, ശാപത്തിൻ കീഴിലായി. എന്നിരുന്നാലും നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നതാണ് ഈ പ്രകൃതിയിലൂടെ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ആശയം എന്ന് പറയുന്നത്. പ്രകൃതി പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ നൽകുന്നു. ആദാമിൻ്റെ പാപം മൂലം ലോകം മുഴുവൻ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നാം താമസിക്കുന്നെങ്കിലും പക്ഷേ എങ്കിൽ കൂടി ഇവിടെ പ്രത്യാശയുടെ വകയുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഓരോ മുള്ളിലും ഇലകൾ കൊഴിയുമ്പോഴും പുതിയത് നാം പെടുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പ്രത്യാശയുടെ ഒരു കിരണങ്ങളെ നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്നേഹമാകുന്നു. അതുകൊണ്ട് ആദാമിൻ്റെ പാവം മൂലം നഷ്ടപ്പെട്ടു പോയ ഓരോ മനുഷ്യനെയും കർത്താവായ യേശുക്രിസ്തു വിളിക്കുകയും തൻ്റെ ജീവരക്തം നൽകി അവരെ രക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കും അപ്രകാരം ആ രക്ഷ സ്വായത്തമാക്കൊണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ആ രക്ഷാപദ്ധതി സ്വീകരിച്ചുകൊണ്ട് വരുവാനുള്ള നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ തൊക്കണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, പ്രകൃതി പ്രത്യാശയുടെ അനുഗ്രഹം തരുമ്പോൾ അപ്രകാരം ആ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് സ്വന്തം രക്ഷ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ആ നിത്യരാജ്യം പുലുക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മാനവ മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.